അപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ നിന്നെ സിനിമയിൽ നിന്നൊരു വിളിക്കാം. അതെ, അങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂ കൂടെ തരും. എങ്ങനെയുണ്ട് ജയിലിലെ അനുഭവമൊക്കെ? ഇപ്പോൾ ചാൻസ് ചോദിച്ച് ഒരുപാട് നടന്നിട്ടുണ്ട്, അലഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെയല്ലേ നടക്കുന്നത്. ബന്ധങ്ങൾ കളയാൻ എളുപ്പമോ, കാത്തു സൂക്ഷിക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും അതൊരു ബന്ധവും കളയാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും. ഈ പേരിന്റെ ഒരു വെറൈറ്റി എന്തുവാ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സീരിയൽ ടൂയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. മഴതോരു മുംബൈയിൽ രോഹിത് എന്ന കഥാപാത്രം ചെയ്യുന്ന വേദവ്യാസ് എന്നോടൊപ്പം. നമസ്കാരം. നമസ്കാരം. അച്ഛനെ മുടി എന്ത് ചെയ്യടാ? ഒന്നും പറയണ്ട, വെട്ടിച്ച്. എങ്ങനെയുണ്ട് ജയിലിലെ അനുഭവമൊക്കെ? ജയിലില് നമുക്ക് അധികം സീൻസ് ഒന്നും നമ്മളങ്ങനെ കാണിച്ചിട്ടില്ല. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പുറത്തിറങ്ങിയ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയി. അവിടുന്ന് പനി പിടിച്ചു, ഭയങ്കര വയ്യാത്തൊരു അവസ്ഥയിലേക്ക് അത്രമേൽ അനുഭവിച്ചു. പിന്നെ ഇത് നന്നാകാനുള്ളൊരു കട്ടിങ് ആണോ? മേ ബി ആയിരിക്കും. നമ്മുടെ കഥാപാത്രം ഒരു പോസിറ്റീവിലേക്ക് എത്തുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് അലീന എന്ന് പറഞ്ഞ ക്യാരക്ടർ നമ്മളെ കൊണ്ടുപോവാണ്. കൊല്ലംകാരനാണ്. അതെ. വേദവ്യാസ് അഭിനയ രംഗത്തിലോട്ട് വരുന്നത് എങ്ങനെയാ? എനിക്ക് ചെറുപ്പം മുതലേ ആഗ്രഹം ഇത് തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ പഠിത്തവും എല്ലാം അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ നടക്കാത്തതുകൊണ്ടും പിന്നെ ഈ പറയുന്ന പോലെ ആഗ്രഹത്തിൻ്റെ പുറത്ത് ചാൻസുകൾ ചോദിക്കുകയും കയറി വരികയും. ചാൻസ് ചോദിച്ച് ഒരുപാട് നടന്നിട്ടുണ്ട്, അലഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെയല്ലേ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ആദ്യമായിട്ട് സീരിയൽ ചെയ്യുന്നത് കന്യാദാനമാണ്. സൂര്യ TV-ൽ. അതിലേക്ക് ഭാസ്കർ എന്ന് പറഞ്ഞ ചേട്ടനാണ് വിളിക്കുന്നത്. പിന്നെ സന്ധ്യേച്ചി, നമ്മുടെ മുകേഷിൻ്റെ ഞങ്ങളായിട്ടുള്ള സന്ധ്യ രാജേന്ദ്രൻ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വേറൊരു സീരിയൽ ചെയ്തു. ഇത് 3ാമത്തെ സീരിയലാണ്. അപ്പോൾ ഇതിൽ നല്ലൊരു ക്യാരക്ടർ കിട്ടി. അപ്പോൾ അങ്ങനെ ചെയ്യുന്നു. അല്ലാതെ സിനിമ ചെയ്യുന്നുണ്ട്. ഈ കൊല്ലത്ത് നിന്ന്, പ്രത്യേകിച്ച് നമ്മുടെ ആ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇൻഡസ്ട്രിയിലേക്ക് വരാൻ അല്ലെങ്കിലും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. കൊല്ലത്ത് മാത്രം ഇന്ന സ്ഥലമൊന്നുമില്ല. നമ്മൾ എത്ര ടാലൻറ്റഡ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് കഴിവുണ്ടെന്നൊക്കെ ഇപ്പോൾ ഈ റീൽസൊക്കെ വന്നേ പിന്നെ നമുക്ക് അങ്ങനെ ഇപ്പം പറയുന്ന ഹാഷിർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കയറി വന്നില്ല. അപ്പോൾ അതുപോലൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പം കുറച്ചുകൂടി വൈഡായിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറേ പേർക്ക് അത് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. എല്ലാവർക്കും റീലെടുത്ത് അങ്ങനെ ഹിറ്റ് ആവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പഴയ പോലെ അല്ല, കുറച്ചുകൂടി ആൾക്കാർ ഈ കാസ്റ്റിംഗ് ഓഡിഷൻസ് ഒക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കുറഞ്ഞെന്നു. അപ്പോൾ ഒന്നുകൂടി പ്രശ്നമാണ്. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് നിൽക്കുന്നവർക്കാണ് കുറച്ചുകൂടെ മുൻതൂക്കം. റീച്ച് വേണം. അതെ, റീച്ച് വേണം, ഫോളോവേഴ്സ് വേണം. അതെ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കഴിവിനേക്കാൾ വാല്യൂ നിലനിൽക്കാൻ ബന്ധങ്ങൾക്കാണെന്ന്? ഉറപ്പായിട്ടും ചിലപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ എപ്പോഴും ഒരു ഗ്രൂപ്പ് ഓഫ് സർക്കിളിലാണല്ലോ സിനിമ സംഭവിക്കുക. ഒരു കൂട്ടം ഫ്രണ്ട്സ് സംസാരിക്കുകയും അവിടെ നിന്നൊരു കഥ രൂപപ്പെടുകയും അങ്ങനെയാണല്ലോ സിനിമകൾ ഇപ്പോൾ പൊതുവേ നടക്കാതെ. എൻ്റെ കാഴ്ചപ്പാടാണ്, എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ എന്താ പറയുക, കഴിവൊക്കെ ഒരു സെക്കൻഡറി ആണെന്ന്. ഒബ്വിയസ്ലി കഴിവ് നമുക്ക് വേണം, അതെ. പക്ഷേ നമ്മൾ അതിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നമുക്ക് കോൺടാക്ട്സ് വേണം. തീർച്ചയായിട്ടും ആ ഒരു കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് കഴിവ് കാണിക്കാൻ പറ്റും. ഈ പേരിൻ്റെ ഒരു വെറൈറ്റി എന്തുവാ? അത് വേദവ്യാസ് എന്ന പേര് അച്ഛൻ അമ്മ ഇട്ട പേരാണ്. പിന്നെ ഈ പറയുന്ന മഹാഭാരതം എഴുതിയത് വേദവ്യാസനാണ്. വേദവ്യാസൻ പറഞ്ഞു കൊടുത്തു, മഹാഗണപതി എഴുതി എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ടാവാം. കൊല്ലംകാരനായ വേദവ്യാസൻ അതെ ഫീൽഡിലോട്ട് എത്തിച്ചേരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. അതെ, സ്വാഭാവികമായി എനിക്ക് അഭിനയിക്കണം, എനിക്ക് ഈ ഫീൽഡിൽ നിലനിൽക്കണം, ഒരുപാട് അവസരങ്ങൾ എനിക്ക് വേണം എന്നൊക്കെ ആഗ്രഹത്തിൽ ഈ ഒരുപാട് പേരോട് ചോദിച്ചെന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഒരുപാട് വാതിലുകൾ മുട്ടിയെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു സ്ട്രഗിൾ എങ്ങനെയായിരുന്നു? എല്ലാവർക്കും അവരവരുടെ ബുദ്ധിമുട്ടുകൾ വലുതായിരിക്കും. അതെ, അതുപോലെ എനിക്കും സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ഒരുപാട് റിജക്ഷൻ കേട്ടിട്ടുണ്ട്, പലയിടത്തുനിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും നമ്മൾ എന്താ പറയുക, നമ്മുടെ ആ പാഷൻ വിട്ടുപോകരുതല്ലോ. നമ്മൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലും ജീവിതത്തിൽ വേദവ്യാസന് മടുപ്പ് തോന്നിയിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇതുവരെ ദൈവം ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന പോലെ ഒരു പ്രൊജക്റ്റിൽ നിന്ന് വേറൊരു പ്രൊജക്റ്റിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. ഇപ്പം അതൊരു മഹാഭാഗ്യമായിട്ട് കരുതുന്നു. ഒന്നുമില്ലെങ്കിലും നമ്മുടെ വർക്ക് കണ്ടിട്ട് ആൾക്കാർ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്, ആൾക്കാർ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും മുന്നോട്ട് അങ്ങനെ തന്നെ പോകുമെന്ന് വിചാരിക്കുന്നു. ഈ ആദ്യമായി കഥാപാത്രത്തെ ആളുകൾ ഏറ്റെടുത്തത് എപ്പോഴായിരിക്കും? അങ്ങനെ ഈ രോഹിത് എന്ന് പറഞ്ഞ ക്യാരക്ടറല്ലേ,
എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനു മുമ്പേ സീരിയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും, എവിടെയോ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഫേസ് രജിസ്റ്റർ ആയത് ഈ ഒരു ക്യാരക്ടറിലാണ്, രോഹിത് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. അത് എനിക്കും വളരെ ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ്. ഈ രോഹിത്തിൻ്റെ ഗ്രാഫ് പോകുന്നത് തന്നെ ഇങ്ങനെ ഒരു വേവി ആയിട്ടാണ്. അതെ, ആദ്യം ചെറിയൊരു നല്ല ക്യാരക്ടറാണ്, എന്നാൽ ഒരു മോശം കൂട്ടുകെട്ടിപ്പെട്ട് മോശമാകുന്നു, പിന്നെ മഹാമോശമാകുന്നു, അവിടെ നിന്ന് വീണ്ടും താഴേക്ക് ഇറങ്ങി ഇങ്ങനെ ആ ഒരു ഗ്രാഫിലാണ് പോകുന്നത്. അപ്പോൾ രോഹിത്ത് എനിക്കും വളരെ ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഇതിനകത്തൊരു കത്തിക്കുത്ത് സീനുണ്ടായിരുന്നു. ഈ അലീന എന്ന് പറഞ്ഞ ക്യാരക്ടർ സ്വന്തമായിട്ട് കത്തി എടുത്ത് കുത്തി എന്നൊക്കെ ആ ഒരു, അപ്പോൾ അതാണ് നമ്മുടെ സീരിയലിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു സീരിയലിനെയും അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറിനെയൊക്കെ ഒരു ഡിഫൈൻ ചെയ്ത് കൊണ്ടുപോയൊരു സീൻ. അപ്പം അതിനുശേഷമാണ് കുറച്ചുകൂടി ആൾക്കാർ ഇതാ പയ്യനാണ് എന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയത്. അതൊരു ഭയങ്കര സന്തോഷം. ഭയങ്കര സന്തോഷം. പിന്നെ നമ്മൾ പണ്ടൊക്കെ പോകുമ്പോൾ ആരെങ്കിലും എന്നെ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് നമ്മളിങ്ങനെ നോക്കുന്നുണ്ടോ, എന്നെ നോക്കുന്നുണ്ടോ, എന്നെ മനസ്സിലായോ എന്നൊക്കെ നോക്കും. പക്ഷെ ഇപ്പം ആൾക്കാരത് ഇപ്പം നമ്മൾ ചിലപ്പോൾ എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ നമ്മളത് ആലോചിക്കില്ല, ഞാൻ ഇന്ന് സീരിയൽ അഭിനയിക്കുന്നുണ്ട്, ഞാനൊരു ആക്ടറാണെന്നൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല. പക്ഷെ ആൾക്കാരൊന്ന് സംസാരിക്കുന്നത് നമുക്ക് വളരെ സന്തോഷം. അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്, അയ്യോ നമ്മൾ കൂടുതൽ അലമ്പൊന്നും കാണിക്കരുത്. അതെ, അങ്ങനെ ഈ സിനിമയും സീരിയലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയത് എപ്പോഴാണ്? അത് എനിക്ക് തോന്നുന്നു ഞാൻ സീരിയലിൽ വരുന്നതിന് മുമ്പായിരിക്കും എനിക്ക് ആ വ്യത്യാസം ഉണ്ടായിരുന്നത്. അതായത് ഒബ്വിയസ്ലി സീരിയൽ സിനിമ ഒരു വേറെ മേക്കിംഗ് സ്റ്റൈലൊക്കെ വേറെയാണ്. കാര്യം നമുക്ക് ഇപ്പോൾ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഒരു വട്ടേ കാണുള്ളൂ. അതിൽ കൂടുതൽ ചിലപ്പോൾ ഇപ്പോൾ ഹോട്ട്സ്റ്റാറൊക്കെ വന്നതിൻ്റെ പേരിൽ ഒരു വട്ടം കൂടെ കാണുമായിരിക്കും. അതിൽ കൂടുതൽ നമ്മൾ ഇതിനകത്ത് ടൈമും നമ്മുടെ എനർജിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു പക്ഷേ വെറുതെ ആണെന്ന് തോന്നിയിട്ടുണ്ട്. കാര്യം ആൾക്കാർക്ക് വീണ്ടും വീണ്ടും റീവാച്ചബിൾ ആണെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ നമ്മൾ അത്രയും. ഇപ്പം നമ്മുടെ സീരിയലിൽ ഒരു ആക്സിഡന്റ് സീൻ ഉണ്ടായിരുന്നു, അത് ഏറ്റവും ടോപ്പ് സീനായിരുന്നു കേട്ടോ, ഒരു സിനിമയെ വെല്ലുന്ന സീൻ എന്ന് പറയാം. അതെ. അപ്പോൾ അതിൽ ഞാനും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത ഈ സീരിയലിൽ ഞാൻ ആ ഒരു സീനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അല്ലാതെ അസിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ലഭിച്ചൊരു ഭാഗ്യമാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു പ്രൊജക്റ്റിൽ ഇങ്ങനൊരു സീൻ അതിനകത്ത് വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഭാഗമാകുകയാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ടൈമും മണിയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടൊരു സീൻ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ അതിനെ നല്ല രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ പല സ്ഥലത്തും എനിക്ക് കുറച്ചുകൂടി ആ സീൻ നന്നാക്കാം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് എന്നൊരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കും എത്ര വട്ടം ആ സീൻ കണ്ടു. ഞാൻ തന്നെ ഒരു 2 വട്ടേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ആൾ എത്ര വട്ടം കണ്ടിട്ടുണ്ടോ? ഒരു വട്ടേ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല. പക്ഷേ സിനിമയെ സംബന്ധിച്ച് സിനിമ ഇങ്ങനെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. 10 വർഷം മുമ്പുള്ള പടം, 20 വർഷം പഴക്കമുള്ള പടമൊക്കെ നമ്മൾ റീവാച്ചബിളാണ്. കൾട്ട് പടങ്ങളൊക്കെ എത്ര കാലം കഴിഞ്ഞാലും കാണും. അപ്പോൾ അതിൽ അത്രയും എനർജി ആവശ്യമുണ്ട്. ഇപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സിനിമ പൊതുവെ എല്ലാവർക്കും ഒരു വേർതിരിവുണ്ട്. സിനിമ സീരിയൽ എന്ന് പറഞ്ഞാൽ വേർതിരിവുണ്ട്. ഇപ്പം ഞാൻ പണ്ടൊക്കെ ആണെങ്കിലേ നമ്മൾ പറയും ഈ സീരിയലൊക്കെ ആരെങ്കിലും കാണുമോ, അല്ലെങ്കിൽ സീരിയലിൽ പോയ സിനിമയെ കിട്ടത്തില്ല. പക്ഷെ കുറെ മാറി. പിന്നെ അതിലേക്കാട്ടി ഉപരി ഇപ്പൊ പണ്ട് ഉള്ളവർ സിനിമയും ചെയ്യും സീരിയലും ചെയ്യും. പണ്ട് 13 ദിവസം മാത്രമേ ഒരു സീരിയലൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടാവും, 13 എപ്പിസോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു സീരിയലിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു, തിരിച്ചും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഈ പറഞ്ഞൊരു വേർതിരിവ് എവിടേക്കോ ഉണ്ടെങ്കിൽ പോലും പക്ഷെ ആരും അങ്ങനെ പൊതുവെ കാണിക്കാറില്ലെന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ അത് മാറി വരണം, എന്നാലേ നമ്മളെ പോലുള്ളവർക്കും വേദവ്യാസന്റെ ലൈഫിൽ സിനിമയായിരുന്നു ലക്ഷ്യം. അതെ, ഉറപ്പായിട്ടും സീരിയലിലോട്ട് എത്തപ്പെടുമായിരുന്നു. എത്തപ്പെടുമായിരുന്നു. ഇതിനു മുമ്പേയും സീരിയലിലേക്ക് 3-4 വട്ടം പല സീരിയലിലായിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വട്ടം ഞാൻ പോയി നോക്കിയിട്ടുണ്ട്. പക്ഷെ ആ സീരിയലിൽ എന്തോ കാരണവശാൽ നമുക്കൊരു ബാഡ് അനുഭവം ഉണ്ടായി, റിജക്റ്റ് ചെയ്തു. അങ്ങനെ അത് വേണ്ടാന്ന് വെച്ചു. അതിനുശേഷം പിന്നെ സീരിയൽ നോക്കാതായി സിനിമ തന്നെ ഫോക്കസ് ചെയ്ത് പോയിരുന്നു. അങ്ങനെയാണ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ ഒരു സീരിയൽ വന്നത്. അപ്പോൾ കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പോൾ അത് ഭയങ്കര ടെൻഷനാണ്. നാട്ടുകാരെ വീട്ടുകാരൊക്കെ ബോധിപ്പിക്കണമല്ലോ. കാര്യം ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ എന്താവണമെന്ന് ചോദിച്ചാൽ ആക്ടർ ആവണമെന്ന് പറഞ്ഞ് നടക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ 10th എക്സാം നടക്കുമ്പോഴും 9th എക്സാം നടക്കുമ്പോഴും ഈ 10th ബോർഡ് എക്സാമിൻ്റെ നമുക്ക് അതിന് മുമ്പ് ഒരു മോഡൽ എക്സാം ഒക്കെ ഉണ്ട്. ആ സമയത്തൊക്കെ ഞാൻ ജൂൺ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയേക്കാം. അപ്പോൾ ഷൂട്ടിംഗ് കാണാൻ അല്ല, ഞാൻ അതിനകത്ത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ചെറിയൊരു ക്യാരക്ടർ ചെയ്തു. അപ്പോൾ ആ ടൈമിലൊക്കെ നമുക്കിങ്ങനെ ഒരു ഇത് കേൾക്കുമല്ലോ, 10ാം ക്ലാസ്സാ പഠിക്കാതെ ഷൂട്ടിങ്ങിന് പോയി. അപ്പോൾ ആ ഒരു ബോധ്യം നമുക്കുള്ളതുകൊണ്ട് ഈ കോളേജ് കഴിയുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ ജോലിക്ക് കയറണം, അല്ലെങ്കിൽ നമ്മൾ നടനാവണം. അപ്പം അങ്ങനെ ഒരു ഇതുള്ള സമയത്ത് നമ്മളെന്നാൽ നടനാവാമെന്ന് തീരുമാനിച്ചൊരു സീരിയലിൻ്റെ ഓഫർ വന്നപ്പോൾ എന്നാൽ പിന്നെ അത് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. പിന്നെ കോളേജ് കഴിഞ്ഞപ്പോൾ അടുത്ത സീരിയലായി. പിന്നെ അത് കഴിഞ്ഞൊരു 1 ഇയർ ഗ്യാപ്പ് ഞാൻ എടുത്തു, എന്ത് ചെയ്യണം എന്നറിയാതെ. അങ്ങനെ ഇപ്പോൾ IFFKയിൽ സെലക്റ്റഡ് ആയിട്ടുള്ള ആദ്യ സ്നേഹത്തിൻ്റെ വിരുന്ന് വേഷം എന്ന് പറഞ്ഞൊരു ചെറിയൊരു സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അഭിനയിക്കാൻ പറ്റി. അടിപൊളി. അപ്പോൾ അങ്ങനെ പിന്നെ ഈ സീരിയൽ വന്നു. ഈ വേദവ്യാസൻ്റെ ഒരു സമയത്ത് ഒരു ലൈഫിൻ്റെ ഗ്രാഫ് പോലെ ഇന്നും ഒരുപാട് ആൾക്കാർ സിനിമയ്ക്ക് വേണ്ടി, ഇപ്പം കൊച്ചിയിൽ തന്നെ എടുത്ത് നോക്കിയാൽ സിനിമയെ സ്വപ്നമായിട്ട് വന്നിട്ട് ഊബർ ഓടിക്കുന്ന ഒരുപാട് ആളുകൾ ഒരുപാടുണ്ട്. വേദവ്യാസൻ്റെ ലൈഫിൽ പഠിച്ചൊരു അനുഭവം വെച്ച്
അവരോട് എന്താ പറയാനുള്ളത്, അല്ലെങ്കിൽ എന്ത് പറഞ്ഞു കൊടുക്കാനുണ്ട്? ഞാൻ ഇപ്പോഴും മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ കോണ്ടാക്ട്സ് ആണല്ല. നമ്മളിപ്പോൾ ഞാൻ ഈ സീരിയലിൽ വരുന്നതാണെങ്കിലും ഇതിനു മുമ്പേ ചെയ്ത സീരിയലിലുള്ള ബന്ധം വെച്ചിട്ടാണ് എന്നെ ഈ സീരിയലിലോട്ട് ആദ്യം ഇൻവൈറ്റ് ചെയ്യുന്നത്. അതിൽ അഭിനയം കണ്ടിട്ടാണ് എന്നെ ഇതിനകത്തോട്ട് വിളിക്കുന്നതും. അപ്പോൾ ഞാൻ മനസ്സിലാക്കി നമുക്ക് എല്ലാം ഒരു കോണ്ടാക്ട്സ് ആണ്. നമ്മൾ ഓരോ സ്ഥലത്ത് ബന്ധങ്ങളാണ്. നമ്മൾ ഓരോ സ്ഥലത്ത് എത്തിപ്പെടുക എന്നുള്ളതാണ്. എല്ലാം ബന്ധങ്ങളാണെന്നല്ല, ഓഡിഷൻ വഴി കയറി വരുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അതിലുപരി ഞാൻ മനസ്സിലാക്കി ഞാൻ പോയ ഓഡിഷൻസിലൊക്കെ ഞാൻ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുണ്ട്, സെലക്റ്റഡ് ആയിട്ടുണ്ട്, സിനിമയുടെ ഫൈനൽ സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ നമ്മൾ ഔട്ടാവുകയാണ്. ഞാൻ ഇന്നേ വരെ ചെയ്ത ഒരു വർക്കും ഞാൻ ഓഡിഷൻ പോയിട്ട് ചെയ്തിട്ടില്ല. ബാക്കിയെല്ലാം എന്നെ ഇങ്ങോട്ട് വിളിച്ച കാര്യം എനിക്ക് ചെറുപ്പം മുതലേ ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ഉണ്ടാക്കിയ കോണ്ടാക്ട്സ് വെച്ചിട്ട് അവരെന്നെ വിളിക്കുന്നതാണ്. ഈ ബന്ധങ്ങൾ കളയാൻ എളുപ്പമോ, കാത്തു സൂക്ഷിക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും അതൊരു ബന്ധവും കളയാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ കൊളീഗ്സ് ആണെങ്കിലും എൻ്റെ സ്കൂളിൽ പഠിച്ചവരും കോളേജിൽ പഠിച്ചവരും എല്ലാവരും ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സാണ്. അതുപോലെ തന്നെ ഞാൻ 8 വർഷം മുമ്പ് പരിചയപ്പെട്ട കൺട്രോളറാണെങ്കിലും അടിപൊളി അസിസ്റ്റന്റ് ഡയറക്ടർ ആണെങ്കിലും എൻ്റെ കൂടെ അന്താ ഇത്രയും ചെറിയ പ്രായത്തിൽ അഭിനയിച്ച കുട്ടിയാണെങ്കിൽ പോലും ഇപ്പോഴും എനിക്ക് ബന്ധമുണ്ട്. അത് വലിയൊരു കാര്യമാണ്. വലിയ കാര്യമാണ്. അപ്പോൾ ഇന്ന് ഏറ്റെടുത്ത പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? വളരെ സന്തോഷം. ഞാൻ ഇങ്ങനൊരു സ്റ്റേജിലെത്തും എന്ന് ആഗ്രഹിച്ചിരുന്നു. ആ ഒരു സ്റ്റേജിൽ പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റി. ഇനിയും വലുതാവണമെന്ന് ആഗ്രഹമുണ്ട്. അതോടൊപ്പം ഏഷ്യൻ ഫിലിം അവാർഡിൽ ബെസ്റ്റ് സീരിയലിനുള്ള അവാർഡ് വരെ അവാർഡ് കിട്ടി, പങ്കെടുക്കാൻ സാധിച്ചു. അത് നമ്മൾ ചെറുപ്പം മുതലേ സീരിയലിന്റെ അവാർഡ്സ് ആണെങ്കിലും ഫിലിം അവാർഡ്സ് ആണെങ്കിലും ഓരോ വർഷം കാണുമ്പോൾ അടുത്ത വർഷം ഞാൻ അവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് ആഗ്രഹിച്ചു വന്നിട്ട് നമ്മൾ അതിൽ എത്തിപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം വളരെ വലുതാണ്. അതുപോലെ തന്നെ നോമിനേഷനിലുണ്ടായിരുന്നു ഫേസ് ഓഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ വളരെ സന്തോഷം. അവിടെ ഇരുന്നിട്ടേ ആ സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം. അതെ, അത് ഏറ്റവും വലിയ സന്തോഷം എൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ അവിടെ ഇരുന്ന് തന്നെ എനിക്ക് അച്ഛൻ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു വലിയൊരു സ്റ്റേജിൽ നീ കാരണം എത്തിപ്പെടാൻ പറ്റി, അത് വളരെ സന്തോഷം എന്ന് പറഞ്ഞിട്ട്. അതെ, എനിക്ക് അവാർഡ് കിട്ടാത്തതിൽ പോലും അത്ര സങ്കടമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അച്ഛൻ എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് വളരെ. എപ്പോഴെങ്കിലും നാട്ടുകാരോ വീട്ടുകാരോ ബന്ധക്കാരോ നിന്നെ ഇങ്ങോട്ടൊക്കെ പറ്റുന്ന പരിപാടിയാണോ, നിർത്തിയിട്ട് വല്ലതും പഠിക്കാൻ പോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? നെഗറ്റീവ്സ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ നിന്നെ കൊണ്ട് പറ്റില്ല എന്നൊന്നും ആരും അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. എനിക്ക് തോന്നുന്നു എല്ലാവരും ഒട്ടുമിക്ക എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ കൂട്ടത്തിൽ കാണുമല്ലോ കുറച്ച് പേരൊക്കെ ഇങ്ങനെ നടന്നാൽ എങ്ങനെയാ, അവർക്ക് ചിലപ്പോൾ നമ്മളോടുള്ള കൺസേൺ കൊണ്ടിട്ടായിരിക്കും ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട്. നമ്മുടെ വീട്ടിലുള്ളതാണെങ്കിൽ എൻ്റെ അമ്മയുടെയൊക്കെ ഇപ്പോഴും ടെൻഷനാണ്, ഇനി എന്താണ് അടുത്ത വർക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, വർക്കില്ലേ അതെ ഉണ്ടോ. അപ്പൊ പലർക്കും അത് പലരുടെയും ചിലപ്പോൾ കൺസേൺ ആയിരിക്കും, നമ്മളോടുള്ള സ്നേഹം കൊണ്ടിട്ടായിരിക്കും. അത് ആ സെൻസിൽ കണ്ടാൽ മതി എന്നാണ് ഞാനും വിചാരിക്കുന്നത്. പിന്നെ ഇന്ന് ഹാപ്പിയാണോ? ഇന്ന് ഹാപ്പിയാണ്, ബട്ട് നോട്ട് സോ ഹാപ്പി. നമ്മള് ബിക്കോസ് എൻ്റെ ആഗ്രഹം സിനിമയാണ്. ഞാൻ സിനിമയിലേക്ക് എത്തുന്നില്ല, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്റെ ഇന്റർവ്യൂ കഴിയുമ്പോൾ നിന്നെ സിനിമയിൽ നിന്നൊരു വിളിക്കാം. അതെ, അങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ കൂടെ തരും. അപ്പം ഒരുപാട് സന്തോഷം. അതെ, മുടി ഉള്ളപ്പോഴും ലുക്കായിരുന്നു, മുടി വെട്ടിയപ്പോഴും ലുക്ക് കേട്ടോ. താങ്ക് യു. ഈ നമ്മൾ മുടി കഷ്ടപ്പെട്ട് വളർത്തി വെട്ടുമ്പോൾ ഭയങ്കര വിഷമാണോടെ? ഞാൻ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ പ്രൊജക്റ്റിൽ കയറിയതിന് ശേഷം ഞാൻ ഇന്നുവരെ മുടി വെട്ടിയിട്ടില്ല. മുടി ജസ്റ്റ് ഇങ്ങനെ ഷേപ്പൊക്കെ ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1 ഇയറിന് ശേഷം 1 ഇയർ അടുപ്പിച്ചാവുന്നു ഞാൻ മുടി വെട്ടിയിട്ട്. അപ്പം ഇന്ന് വെട്ടിയപ്പം എനിക്കങ്ങനെ വിഷമമായിട്ടൊന്നും തോന്നില്ല. കാര്യം നമ്മൾ കഥാപാത്രത്തിൻ്റെ ആവശ്യത്തിന് എപ്പോഴാണെങ്കിലും നമ്മൾ കഥാപാത്രമായി മാറുക എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടിയാണല്ലോ ഞാൻ ജീവിക്കുന്നത്. പിന്നെ ഒരു മുടി വെട്ടുന്നതിന് എന്ത്. അപ്പോൾ അത് ആ സെൻസിൽ എടുത്തിട്ടുള്ളൂ. പക്ഷേ എന്നാൽ മുടി വെട്ടിയാൽ എങ്ങനെ ആയിരിക്കാം, പെട്ടെന്ന് ആൾക്കാർ സ്വീകരിക്കുമോ, ആൾക്കാർ മുടി മനസ്സിലാവുമോ, അങ്ങനെയൊക്കെയുള്ള. പക്ഷെ അത് കുഴപ്പമില്ല, നമ്മളത് അങ്ങനെ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമല്ലേ, എല്ലാം നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കും. അപ്പം സിനിമകൾ തേടി വരട്ടെ. അതെ, ഇന്നും വേദവ്യാസനെ സ്നേഹിക്കുന്ന പ്രേക്ഷകരോട് ഒന്നേ പറയുള്ളൂ, നന്ദി അല്ലേ? അതെ, ഉറപ്പായിട്ടും. അവരെത്രയും നമ്മളെ ആക്സെപ്റ്റ് ചെയ്തു. നമ്മുടെ ഓരോ അഭിനയമാണ്, കമൻസ് ഒക്കെ നമ്മളിങ്ങനെ നോക്കാറുണ്ടല്ലോ. ഒബിയസ്ലി നമ്മൾ ക്യൂരിയസ് ആണ്, നമ്മൾ ചെയ്ത ആൾക്കാരെ എങ്ങനെ റിസീവ് ചെയ്തെന്ന് അറിയാനായിട്ട്. നല്ല കമൻസ് കേൾക്കുമ്പം ഒരുപാട് സന്തോഷം. ആൾക്കാർ നമ്മളെ നല്ല രീതിയിൽ കാണുന്നു. അതുപോലെ ഈ പറഞ്ഞ പോലെ നമ്മുടെ അച്ഛൻ്റെ അടുത്താണെങ്കിലും അമ്മയുടെ അടുത്താണെങ്കിലും ഒക്കെ നല്ല നല്ല കമന്റ്സ് ആണ് എല്ലാവരും പറയുന്നത്. ഒന്നുമില്ലെങ്കിലും നേരിട്ട് കാണുമ്പോഴേ മോന്റെ അതെ അതെ സീരിയൽ കണ്ടായിരുന്നു കേട്ടോ. അതെ അതെ അതെ, ഇതൊക്കെ അവർക്ക് എനിക്ക് തോന്നുന്നൊരു പൈസയിലുപരി കിട്ടുന്നൊരു സന്തോഷം. എനിക്കും വളരെയധികം സന്തോഷം. കാര്യം ഒരു അഭിനേതാവ് ആവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നടന്നിട്ട് എന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് ചിലപ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടുള്ള നിമിഷങ്ങളുണ്ടാവുമല്ലോ. ആ നിമിഷങ്ങളിലൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ കണ്ടിട്ട് നമ്മളെ നല്ലത് പറയുമ്പം സപ്പോർട്ട് ഇനിയും പ്രേക്ഷകരുടെ വേണം. അതാണ് എൻ്റെ ബലം. അതല്ലേ, പ്രേക്ഷകരില്ലെങ്കിൽ ആരുമില്ല. നമ്മൾ അഭിനേതാക്കൾ പിന്നെ വെറുതെയാണ്, അവരുടെ സപ്പോർട്ടാണല്ലോ. അപ്പം വേദവ്യാസൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തപ്പെടട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു.